ഹലോ, വെൽക്കം ബാക്ക് ടു സുമൂസ് വ്ലോഗ്. ചൈന ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആണെന്ന് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഹാങ്സൂലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വെസ്റ്റ് ലേക്ക് എന്നുള്ള ഒരു ലേക്ക് കാണാനാണ്, തടാകം. ആ തടാകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കത് പോയിട്ട് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കുറച്ച് ട്രാഫിക് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ബസ് ഒരുപാട് ദൂരെ വെച്ചിട്ട് നമ്മൾ നടന്ന് പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതെന്തായാലും നന്നായി. കാരണം നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തുകൂടിയാണ് നടന്നു പോകുന്നത്. നല്ല പാർക്കുകളും ഫുള്ള് പച്ചപ്പ് കാര്യങ്ങൾ, റോഡിൻ്റെയൊക്കെ ഭംഗി കാണും, നല്ല രസമുണ്ട്. അപ്പം അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ദൂരം ഉള്ളെന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളങ്ങനെ ലേക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. ഒരുപാട് മരങ്ങൾക്കിടയിൽ ഒരു തടാകം. നല്ലൊരു ബോട്ട് യാത്രയാണ് ഇന്നത്തെ പ്രോഗ്രാമിലുള്ളത്. ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ടാങ് വംശത്തിലുള്ള രാജാവ് നിർമ്മിച്ചതാണ് ഈ ലേക്കും ഇതിനോടനുബന്ധിച്ചുള്ള ഈ ടെമ്പിൾ പോലുള്ള സംഭവങ്ങളും മറ്റൊക്കെ. ഇതൊരുപാട് കവികൾക്കും പിന്നെ കലാകാരന്മാർക്കൊക്കെ ഒരുപാട് പ്രചോദനമായിട്ടുള്ള ഒരു തടാകമാണ്. Shooter is shooting the shooter. These two are superstar for us. They are capturing every moment of ours. നമ്മുടെ കൂടെയുള്ള രണ്ട് ട്രാൻസ്ലേറ്ററാണ് ഇവർ. അതിലൊരാൾ ഇംഗ്ലീഷിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, മറ്റേ ആൾ അറബിക് ട്രാൻസ്ലേറ്ററാണ്. അറബിക് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ചൈനക്കാരി തന്നെയാണ് കേട്ടോ. ചൈനക്കാരിയായിട്ടുള്ള ഒരു സുന്ദരി കുട്ടിയാണ്. കാരണം നമ്മൾ ഈ ഗ്രൂപ്പിൽ ഒരു 3 ആളൊഴികെ ബാക്കി എല്ലാവരും അറബ്സാണ്. അപ്പം ഏറ്റവും കൂടുതൽ അറബ്സാണ് കൂടെ ഉള്ളത്. അപ്പം അറബിക് ട്രാൻസ്ലേറ്റർ അവർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ജീലിയൻ അറേഞ്ച് ചെയ്തതാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ
ആ സുന്ദരിക്കുട്ടി അറബ്സിന് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെസ്റ്റ് ലേക്കിലെ ബോട്ട് സർവീസ് കഴിഞ്ഞു, ബോട്ട് യാത്ര കഴിഞ്ഞു, തിരിച്ചു പോവാണ്. ബസ്സിൽ പോന്നു. ബസ്സിൽ പോയിട്ട് ബസ് വരെ കുറച്ച് നടക്കാൻ 1/2 hour നടക്കണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിന്നർ ഇല്ലെങ്കിൽ നേരെ എയർപോർട്ടാണ്. ഇന്ന് നൈറ്റ് ഫ്ലൈയിങ് ബാക്ക് ടു മസ്കറ്റ്. ഇവിടെ ഒരു ഗോൾഡൻ സ്വർണ്ണത്തിലുള്ള ഒരു പോത്തിനെ കാണാൻ ഇടയായി, ബഫല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രസകരമായൊരു കഥയാണ് കേട്ടത്. പണ്ട് തടാകത്തിൻ്റെ അടിത്തട്ടിൽ ഒരു സ്വർണ്ണ പോത്തുണ്ടായിരുന്നു പോലും. അത് തടാകം വറ്റി വരണ്ടപ്പോഴെല്ലാം ആ പോത്ത് പുറത്തേക്ക് വരികയും അത് വീണ്ടും അതിൽ വെള്ളം നിറക്കാനായി ഈ സ്വർണ്ണത്തിലുള്ള ഈ ബഫല്ലോ തുപ്പുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വലിയൊരു ബോർഡിൽ. അപ്പം പിന്നീട് അവർ ആ ബഫല്ലോനെ കണ്ടുപിടിക്കാനായിട്ട് വെള്ളം അവിടെയുള്ള ആൾക്കാരായിട്ട് ഈ രാജഭരണത്തിലുള്ള സമയത്ത് തന്നെ അവരുടെ ഉത്തരവ് പ്രകാരം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നോക്കിയപ്പം ബഫല്ലോ പുറത്തു വരികയും ബഫല്ലോ വളരെ ദേഷ്യത്തോടു കൂടി വീണ്ടും അതിൻ്റെ വാഹ കൊണ്ട് തുപ്പി ആ തടാകം നിറക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കണക്കുകൾ. അതിനുശേഷം ആ തടാകത്തിൽ വെള്ളം വറ്റിയിട്ടേ ഇല്ല എന്നാണ് കണക്ക്. നമ്മൾ എയർപോർട്ടിലെത്തി. ബസ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ലഗേജൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. These guys have done a wonderful job. She's a guide. She's an Arabic translator, Arabic and English translator. Safe trip. He's the hero of Gili. Thank you. And the heroine of Gili. Thank you a lot. Yes. See you again. Bye bye. Yes. We are flying back to Qatar. Qatar Airways. അവിടെ ദൂരെ ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. എയർ ഹോസ്റ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 1 hour ഫ്ലൈറ്റ്
ടേക്ക് ഓഫ് ആവും. എഗെയിൻ ഒരു 9.5 മണിക്കൂർ 10 മണിക്കൂർ ഫ്ലൈറ്റ് ടു ഖത്തർ. എയർപോർട്ടിൽ നിന്ന് നല്ല റഷ് ഉണ്ട്. ഇന്ന് ഏഷ്യൻ ഗെയിംസിൻ്റെ ക്ലോസിംഗ് സെറിമണിയാണ്. അപ്പം എല്ലാ രാജ്യത്തും ടീമുകൾ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോകുന്ന ദിവസമാണ്. ഒരുപാട് രാജ്യത്തിലെ ടീമുകളെ കാണാൻ പറ്റും എയർപോർട്ടിൽ. അപ്പോൾ നല്ലൊരു റഷ് ഖത്തറിലും പ്രതീക്ഷിക്കുന്നു. ട്രാൻസിറ്റിൽ നല്ല റഷ് ഉണ്ടാവും. ഒരു നല്ല പണി കിട്ടിയിട്ടോ. നമ്മൾ ഏകദേശം ഫ്ലൈറ്റിലേക്ക് എത്താറായപ്പോൾ ഒരുപാട് കിലോമീറ്റർ നടന്നിട്ടാണ് അവിടെ എത്തിയത്. നോക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ട്രോളി ബാഗ് മിസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ മേലെ കോസ്റ്റ കോഫി കുടിക്കാൻ വേണ്ടി അവിടെയും വലിയ ക്യൂ ആയിരുന്നു. അവിടെ കുറേ വെയിറ്റ് ചെയ്ത് കോസ്റ്റ കോഫി വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആ തിരക്കിനിടയിൽ നമ്മൾ ട്രോളി അവിടെ വെച്ചു പേയ്മെൻറ്റ് ടൈമിലെങ്ങാനും. ലാസ്റ്റ് ഓർത്തിട്ട് നമ്മൾ പല വഴിക്ക് ഓടി, ഞാനും സൂരജും കൂടി ഓടി അവസാനം സൂരജ് ഫസ്റ്റിൽ ഓടിപ്പോയി കോസ്റ്റ കോഫി പോയി നോക്കിയപ്പോൾ അവിടെ നിന്ന് ട്രോളി ബാഗ് കിട്ടി. താങ്ക് ഗോഡ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു വണ്ടിയുടെ ഹെൽപ്പ് തേടി അവരെ നമ്മളെ ഗേറ്റ് വരെ കൊണ്ടുവിടാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ചൈനയിൽ നിന്നും തിരിച്ച് ഖത്തറിലേക്ക് പറക്കുകയാണ്. ടേക്ക് ഓഫ് ടൈമായി. റൺവേയിലൂടെ ഫ്ലൈറ്റ് മെല്ലെ അങ്ങനെ നീങ്ങുന്നുണ്ട്. ഇനി ഖത്തറിലെത്തിയിട്ട് ഖത്തറിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് ഒമാനിലേക്ക്. അത് ഒമാൻ എയറാണ്. ഇത് ഖത്തർ എയർവേസ്. നമ്മുടെ ആദ്യത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു 1.5 hour ആയെന്ന് തോന്നുന്നു അല്ലേ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 hours. എന്നത്തെയും പോലെ തന്നെയാണ്. ഇവിടെ ഒരു സ്വീറ്റ് ഉണ്ട്. അതിന് ക്രീം എന്തോ തോന്നുന്നു. ഇതൊക്കെ കഴിച്ച ഷുഗർ വന്നിട്ട് അടിച്ചു പോകും. ഇതൊരു സാലഡ്. പിന്നെ ഓർഡർ ചെയ്തത് നൂഡിൽസ് വിത്ത് എഗ്ഗാണ്. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അടുത്തത് ഫുഡ് വരും. അപ്പോൾ ആകെ 2 മണിക്കൂർ ആയുള്ളൂ. ഇനിയും ഒരു 6.5 hours ബാലൻസ് ബാക്കിയുണ്ട് അവിടെ എത്താൻ വേണ്ടി. അപ്പോൾ അതിനിടയിൽ ഒരു ഫുഡും കൂടി വരും. സമയം ഒരു 6 മണിയായി. രാവിലെ 6 AM. സെക്കൻഡ് ഫുഡ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സംതിങ് ചിക്കൻ ഓർ ഫ്രൂട്ട്സ്, ജെൽ, കോഫി. നന്നായിട്ട് കിടന്നുറങ്ങി. തലേ ദിവസമൊക്കെ വീഡിയോ എഡിറ്റിങ്ങിന് ഇരുന്നുകൊണ്ട് ഉറക്കമൊക്കെ തീരെ കുറവായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഉറങ്ങി തീർത്തു ഫ്ലൈറ്റിനകത്ത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങണം. നമ്മൾ ഖത്തറിൽ നിന്നും ചൈനയിലേക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഖത്തർ എയർവേസിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ക്യാബിൻ ക്രൂ ഹെഡ് ഒരു ആഫ്രിക്കക്കാരി ലേഡി ആയിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും അവർ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ നമ്മൾ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ തന്നെയായിരുന്നു ഇതിൽ. അങ്ങനെ പരിചയപ്പെട്ട് നല്ലൊരു പരിചയമായി. അങ്ങനെ നമ്മുടെ ഈ ഏരിയ കവർ ചെയ്യുന്ന ഒരു ക്യാബിൻ ക്രൂവിനെ നമുക്ക് പരിചയപ്പെടുത്തി. എന്നിട്ട് എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഒരു ഇസ്മായിൽ ഫ്രം മുംബൈ ആണ് നമ്മുടെ ക്യാബിൻ ക്രൂ. അപ്പോൾ പുള്ളിക്കാരൻ അപ്പോഴെപ്പോഴും വന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേണോ സാറെന്ന്. അപ്പം ഞാൻ ലോട്ടസ് ബിസ്ക്കറ്റൊക്കെ ഓർഡർ ചെയ്ത് പുള്ളിക്കാരൻ ഇപ്പോൾ തന്നെ കൊണ്ടു തന്നു കേട്ടോ. Landed in Qatar airport at 4:30 Qatar time.
ഒമാനിലിപ്പോൾ 5:30 ആയി. സൗദി ടീമിനെ കണ്ടോ? അവരുടെ ഹൈറ്റൊക്കെ നോക്ക്. ബാസ്കറ്റ് ബോൾ ടീം അംഗങ്ങളാണ്. ഇതിലും ഹൈറ്റുള്ള വേറൊരാളുണ്ടായിരുന്നു, ജോർഡാൻ എന്ന് പറഞ്ഞൊരു ടീം ഫ്ലൈറ്റിൽ. അവർക്കൊക്കെ ലെഗ് സ്പേസ് കൂടുതലുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ജംഗിളിൽ പോയവരാണ്. നമുക്ക് എന്താ നല്ലൊരു ഗാർഡനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് ദ എയർപോർട്ട്. ഇസ് ഇറ്റ് ആർട്ടിഫിഷ്യൽ ഓർ ഒറിജിനൽ? ഇറ്റ് ഈസ് ഒറിജിനൽ, റൈറ്റ്? ഒറിജിനൽ ഗാർഡൻ. ട്രീസ് ഒക്കെ ഒറിജിനലാണോ? ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ലോഗോ, ഫുട്ബോൾ, ഫിഫയുടെ പല രാജ്യത്തെ ജേഴ്സി കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. പക്ഷെ ഇനി ഇതിനൊരു മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ അതിനായിട്ടൊരു ഷോപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ചൈനയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങി തന്നിട്ട് ഫ്ലൈറ്റിലെ ഫുഡാണെങ്കിൽ അതും ശരിയില്ല. ഇന്നാണ് നാട്ടിലെ ദോശ കിട്ടിയ ഖത്തർ എയർപോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കട്ടെ. അങ്ങനെ ഒമാനിലെത്തി ലഗേജിന് വെക്ക്. എൻ്റെ ലഗേജ് വന്നു. നാലഞ്ച് ദിവസത്തെ യാത്രക്കിടയിൽ തിരിച്ച് ഒമാനിലെത്തി. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ 3-4 ദിവസം 5 days റൈറ്റ് 5 days യാത്രയ്ക്ക് ശേഷം ഒമാനിൽ തിരിച്ചെത്തി. നമ്മുടെ ലാസ്റ്റ് വീഡിയോൻ്റെ വൈൻഡപ്പാണ്. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ് ഓൾ അതർ വീഡിയോസ്. ഇനിയും വീഡിയോകളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. എഗെയിൻ ഐ താങ്ക്സ് ടു ഗീലി ആൻഡ് Mr. Suraj for giving this golden chance. Thank you. Bye bye.